സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ കൃപാസന പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതും അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുന്ന ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവ്, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവത്തിൻ്റെ ഈ വലിയ മഹനീയ സാന്നിധ്യത്തിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ. ദൈവസ്നേഹത്തോടെ കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ അവിടുത്തെ മഹത്വപ്പെടുത്തി ഏറ്റുപാടാം. നമുക്കിരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പൊതുവെ ചില സഹോദരങ്ങൾ ചെറിയ കംപ്ലൈൻറ്റ് പറയും. കംപ്ലൈൻറ്റ് ഇതാണ്: പുതുക്കൽ കഴിഞ്ഞാൽ, ഫസ്റ്റ് പുതുക്കൽ കഴിഞ്ഞാൽ, പച്ച പേപ്പർ കഴിഞ്ഞാൽ നീല പേപ്പർ വരുമല്ലോ. അപ്പോൾ നീല പേപ്പർ വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ക്ലാസ്സുകളെല്ലാം സെയിം. പുതുക്കലിന് പുതിയ ക്ലാസ്സുകളില്ല, പഴയ ക്ലാസ്സുകൾ തന്നെയാണ് ആൾക്കാർ കേൾക്കുന്നത്. ആ ക്ലാസ്സുകൾ ആൾക്കാർക്ക് മനഃപ്പാഠമാണ്. അപ്പം അതുകൊണ്ട് ചില ആൾക്കാർ പുതുക്കൽ വെള്ള പേപ്പർ, അതുപോലെ തന്നെ നീല പേപ്പർ കഴിഞ്ഞിട്ട് വെള്ള പേപ്പർ, സിൽവർ ഗ്രേ വരെ ഉണ്ട്. അങ്ങനെ ഉടമ്പടി ജീവിക്കുന്ന, ഉടമ്പടി ഒരു ജീവിത ശൈലിയായിട്ടും ഉടമ്പടി ഒരു സ്വഭാവവും ഉടമ്പടി ഒരു സ്വത്വം ആയിട്ടും പിന്നെ ഉടമ്പടി ഒരു സ്വഭാവമായിട്ടും പിന്നെ ഉടമ്പടി ഒരു സമ്പ്രദായമായിട്ടും ഉടമ്പടി ഒരു സംസ്കാരമായിട്ടും ഒക്കെ ഇങ്ങനെ ആചരിച്ച് ജീവിച്ചു പോകുന്ന ആൾക്കാരുടെ എണ്ണം ഇന്ന് കൂടുതലാണ്. ശരിക്കും ഉടമ്പടി ഒരു സംസ്കാരമാണ്. ഉടമ്പടി ജീവിതമെന്ന് പറയണത് ആത്മീയമായ ഒരു, ഈ കാലത്ത് ഏറ്റവും ശക്തമായ അടിവേരുകളുള്ള, പതറാത്ത, പ്രതിസന്ധികൾ പതറാതെ പ്രാർത്ഥനയിൽ പ്രത്യാശയോടെ പോകുന്ന, സന്തോഷത്തോടെ നൽകുന്ന സാഹചര്യങ്ങൾക്ക്, അത് പ്രതികൂലമോ അനുകൂലമായ സാക്ഷ്യങ്ങൾക്ക്, അനുഭവങ്ങൾക്ക് സാക്ഷ്യമായിട്ട് ജീവിക്കുന്ന വലിയ ആഴമുള്ള ഒരു ആധ്യാത്മികതയുടെ ഉടമയുള്ള ആൾക്കാരാണ് ഉടമ്പടി സംസ്കാരമായിട്ട് പോകുന്നവരെ. അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞങ്ങളുടെ ഒരു പ്രഖ്യാപിത നിലപാട് ഇതാണ്: ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ പുതുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ അവിടുത്തെ പുതുക്കലിൻ്റെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യും. പിന്നെ നിങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഉടമ്പടിയിലെ അപ്ഡേഷൻസാണ് നോക്കേണ്ടത്. ഉടമ്പടിയിലെ അപ്ഡേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഉടമ്പടിയിലും, ഉടമ്പടി ഇങ്ങനെ ദൈവാനുഭവത്തിന് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഉടമ്പടി ശരിക്കും ഇങ്ങനെ ഓരോ ദിവസവും ജനങ്ങളുടെ പുതിയ പുതിയ ദൈവാനുഭവങ്ങളിലൂടെ ഉടമ്പടി ജീവിതം ഇങ്ങനെ
പുതിയ ആധ്യാത്മിക സാധ്യതകൾ നൽകിക്കൊണ്ട് വളരെ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഓൾറെഡി അച്ഛൻ്റെ അപ്ഡേഷൻസ് കേൾക്കുന്നുണ്ടല്ലോ, എല്ലാ ചൊവ്വാഴ്ചയിലുമുള്ള ധ്യാനങ്ങൾ കൂടുന്നുണ്ടല്ലോ. അതാണ് എൻ്റെ അപ്ഡേഷൻസ് എന്ന് പറയണത്. ഇനിയിപ്പോഴേ പച്ച പേപ്പർ നീലയിലേക്ക് പുതുക്കാൻ നേരത്ത് ഇനിയിപ്പോൾ ക്ലാസ്സില്ല. ക്ലാസ്സിന് പകരം കൗൺസിലേഴ്സ് ഇരുന്ന് നിങ്ങളുടെയൊക്കെ 40 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ 40 ക്വസ്റ്റ്യൻസും ഉടമ്പടി ധ്യാനത്തെ ബേസ് ചെയ്തായിരിക്കും. അപ്പം നിങ്ങൾ ഉടമ്പടി ധ്യാനം പഠിച്ചിരിക്കണം. അതാണ് എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. ഉടമ്പടി ധ്യാനം പഠിച്ചിരിക്കണം. ഓരോ ദിവസവും ഓരോ ടോപ്പിക്കാണ് ധ്യാനം. ഒന്നും പരസ്പരം ചിലപ്പോൾ ഒരു ആവർത്തിക്കപ്പെടത്തില്ല. എല്ലാം പുതിയ സബ്ജക്റ്റുകളാണ്.